പത്തനംതിട്ടയിൽ മരിച്ചയാളുടെ വോട്ട് മരുമകൾ രേഖപ്പെടുത്തിയ സംഭവത്തിൽ 3 പേരെ സസ്പെൻഡ് ചെയ്തു. പോളിംഗ് ഓഫീസർമാരായ ദീപ, കല തോമസ്, BLO അമ്പിളി എന്നിവർക്കെതിരെയാണ് നടപടി. വോട്ട് അസാധുവായി കണക്കാക്കും. അഭിലാൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഭിലാൽ, റിപ്പോർട്ട് നൽകിയിരുന്നു. ഇപ്പോൾ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത്? കുറ്റകരമായ വീഴ്ച ഈ 3 പേരുടെയും ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമായ സാഹചര്യത്തിലാണ് ജില്ലാ കളക്ടർ 3 പേരെയും സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. പോളിംഗ് ഓഫീസർമാരായ ദീപ, കല കെ തോമസ്, അതോടൊപ്പം തന്നെ ബൂത്ത് ലെവൽ ഓഫീസറായ അമ്പിളി എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. തുടർ അന്വേഷണത്തിൽ കൂടുതൽ പേർക്ക് എതിരെ റിപ്പോർട്ട് വരുന്ന പക്ഷം അങ്ങനെയെങ്കിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്ന് ജില്ലാ കളക്ടർ അറിയിക്കുന്നുണ്ട്. രേഖപ്പെടുത്തിയ വോട്ട് അസാധുവായി കണക്കാക്കണമെന്നുള്ള നിർദ്ദേശം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നതിന് വേണ്ടിയുള്ള റിപ്പോർട്ട് തയ്യാറാക്കി വരികയാണെന്നും അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 18-ാം തീയതി, അതായത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് വിവാദമായ ഈ വോട്ട് രേഖപ്പെടുത്തൽ ഉണ്ടായത്. അതായത് വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയ 94-കാരിയുടെ അതേ പേരിൽ, അന്നമ്മ എന്നുള്ള പേര് തന്നെയാണ് ആ വീട്ടിലെ മരുമകൾക്കും ഉണ്ടായിരുന്നത്. അവർക്ക് പ്രായം 68 വയസ്സാണ്. ചുരുക്കത്തിൽ ഈ ആളുടെ ഫോട്ടോ, വോട്ടറുടെ ഫോട്ടോ, വിലാസം, ഒപ്പം തന്നെ ക്രമ നമ്പർ, വയസ്സ് എന്നിവ വളരെ വ്യക്തമായി വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉള്ള സാഹചര്യത്തിലാണ് വളരെ വിചിത്രമെന്ന് തോന്നുന്ന തരത്തിൽ കള്ളവോട്ട് രേഖപ്പെടുത്തിയതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. ഈ വിഷയത്തിലാണ് 3 പേർക്കെതിരെയും നടപടി സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിൽ അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ BLO തൻ്റെ ഭാഗത്തു നിന്നും പിഴവ് ഉണ്ടായി എന്ന് തുറന്ന് സമ്മതിക്കുകയും അത് മാധ്യമങ്ങൾക്ക് മുൻപാകെ പറയുകയും ചെയ്യുന്ന സ്ഥിതിയുണ്ടായി. അതിൽ തന്നെ വീഴ്ച വ്യക്തമായിരുന്നു, നടപടി ഉറപ്പുമായിരുന്നു. ശരി.